ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നൊരു കിടിലൻ പ്രമോ തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കൃഷും കൺമണിയും മതിമറന്ന് പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ശ്രീദേവി വിളിച്ച് മാനസിയോട് പറയുന്നുണ്ട്, മേഡം, കൺമണിയും കൃഷ് സാറും ഇന്ന് ഓഫീസിലേക്ക് എത്തിയിട്ടില്ല. രണ്ടുപേരും ഇവിടെ ക്യാബിനിലൊന്നും കാണുന്നില്ല. ഞാൻ കോഫി ഷോപ്പിലും ഡിസൈനർ റൂമിലെല്ലാം നോക്കി, അവിടെയൊന്നും അവരില്ല. കൺമണിയോട് എനിക്ക് കുറച്ച് ഡൗട്ട്സ് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ദേവ് സാർ എന്നോട് പറഞ്ഞത് കൃഷും കൺമണിയും ഇനി കുറച്ചു ദിവസത്തേക്ക് ഓഫീസിൽ ഉണ്ടാവില്ല എന്നാണ്. ഇവര് വേറെ എവിടേക്കോ പോയിരിക്കാണ് മേഡം എന്ന് ശ്രീദേവി മാനസിയോട് പറയുമ്പോ മാനസ പറയുന്നുണ്ട്, അവര് രണ്ടുപേരും കുറച്ചു ദിവസത്തേക്ക് ഓഫീസിൽ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവ് സാറിനെ കഴിഞ്ഞാൽ കൃഷിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അറിയാവുന്ന വേറൊരാൾ അവിടെ ഉണ്ട്. അത് മഹിയാണ്. അവനെ പിടിച്ചാൽ അറിയാം ഇപ്പോൾ കൃഷും കൺമണിയും എവിടെയുണ്ടെന്ന്. നീ മഹി വഴി ഒന്ന് അറിയാൻ ശ്രമിക്കുകയെന്ന് ശ്രീദേവിയോട് മാനസ പറയുന്നുണ്ട്. മാനസയുടെ നിർദ്ദേശം അനുസരിച്ച് ശ്രീദേവി മഹിയിൽ നിന്നും വിവരങ്ങൾ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. മഹി ക്യാബിൽ നിന്നും പുറത്തേക്ക് വരുന്ന സമയത്ത് ഫോണിൽ നോക്കിക്കൊണ്ടായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് ശ്രീദേവി ഫയലുകളുമായിട്ട് വരികയാണ്. എന്നിട്ട് മഹിയുടെ ദേഹത്ത് മുട്ടുന്നുണ്ട്. അപ്പോൾ ആ ഫയലുകളെല്ലാം താഴെ വീഴുകയാണ്. പെട്ടെന്ന് തന്നെ മഹി ഫോൺ ഓഫ് ചെയ്ത് ശ്രീദേവിയോട് സോറി പറഞ്ഞിട്ട് താഴെ കിടക്കുന്ന ഫയൽ എടുത്ത് ശ്രീദേവിക്ക് കൊടുക്കുന്നുണ്ട്. ശ്രീദേവിക്കാണെങ്കിൽ മഹിയുടെ കൈ തട്ടിയിട്ട് നല്ല വേദനയുണ്ട്. എന്നിട്ട് മഹിയോട് ശ്രീദേവി പറയുന്നുണ്ട്, സാർ ജിമ്മിൽ പോകുന്നുണ്ട് എന്ന് ചോദിക്കുമ്പോ മഹി തന്റെ കൈകൾ നോക്കിയിട്ട് ആ ഉണ്ടെന്ന് പറയാണ്. പിന്നീട് വരുണിന്റെ ഫോണിലേക്ക് അനിരുദ്ധ് സാറ് വിളിക്കുന്നുണ്ട്. അനിരുദ്ധ് സാറ് വരുണിനോട് പറയുന്നുണ്ട്, ഞാനിപ്പോ വിളിച്ചത് ഒരു കാര്യം പറയാനാണ്. കൃഷും കൺമണിയും ഇപ്പോൾ ഈ നാട്ടിലില്ല, അവര് മറ്റൊരു സ്ഥലത്തേക്ക് പോയി എന്ന് അനിരുദ്ധ് സാറ് വരുണിനോട് പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോ വരുണിന് ആകെ ദേഷ്യം വരികയാണ്. ആ ദേഷ്യത്തിൽ വരുൺ മാനസിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് മാനസിയോട് പറയുന്നുണ്ട്, കൃഷും കൺമണിയും ഇപ്പൊ എവിടെയാന്ന് അറിയാവോ? ഞാൻ അറിഞ്ഞു, എന്നെ അനിരുദ്ധ് സാർ ഇപ്പൊ വിളിച്ചിരുന്നു. ഇവരിപ്പോ ഈ നാട്ടിലില്ല, ഒരു മറ്റൊരിടത്തേക്ക് പോയി, അവിടെയാണ് ഇപ്പൊ അവർ രണ്ടുപേരും ഉള്ളതെന്ന് വരുൺ മാനസിയോട് പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന മാനസയ്ക്ക് കൃഷിനോടും കൺമണിയോട് വീണ്ടും പക തോന്നുകയാണ്. വരുൺ വിളിച്ചു പറഞ്ഞ കാര്യം മാനസ സാഗറിനോടും ആന്റിയമ്മയോടും അവിടെയുള്ള എല്ലാവരോടും പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന ആന്റിയമ്മ സാഗറിനോട് പറയുന്നുണ്ട്, നീയും കുട്ട, ആ ദേവ്ജിയാണ് ഇതിനെല്ലാം പിറകിൽ. ദേവ്ജിയാണ് കൃഷിനും കൺമണിക്കും എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നതെന്ന് ആന്റിയമ്മ സാഗറിനോട് പറയുന്നുണ്ട്. പിന്നീട് കൃഷും കൺമണിയും ദേവ്ജി പറഞ്ഞ ആ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. അവിടെ എത്തി കാറിൽ നിന്നിറങ്ങി കൃഷും കൺമണിയും കുറച്ചു നേരം റിലാക്സ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് കൃഷിനെ കൺമണി കെട്ടിപ്പിടിക്കുന്നുണ്ട്. തിരിച്ച് കൃഷും കൺമണിയെ ചേർത്ത് പിടിക്കുകയാണ്. കൺമണിയാണെങ്കിൽ കൃഷിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുന്നുണ്ട്. എന്നാൽ കൃഷിന്റെ കൂടെ വന്നതിൽ കൺമണിക്ക് ഒരുപാട് സന്തോഷവുമുണ്ട്. കൃഷും കൺമണിയും ഇനിയൊരു പുത്തൻ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. രണ്ടുപേരും മതിമറന്ന് പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. നാളെ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി കാണാം. ബൈ, ഗുഡ് നൈറ്റ്.